നമസ്കാരം. മണിപ്പൂരിൽ കടന്നു കയറിയ അനധികൃത കുടിയേറ്റക്കാരെ പടിയിറക്കുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അവരെ തിരികെ അയക്കുന്നതിന്റെ ഭാഗമായുള്ള എല്ലാ നടപടികളും തുടങ്ങി എന്ന് അറിയിച്ചിരിക്കുകയാണ് മണിപ്പൂർ മുഖ്യമന്ത്രിയായ എൻ ബിരേൻ സിംഗ്. മ്യാൻമറിൽ നിന്നും മണിപ്പൂരിലെ കംജോങ് ജില്ലയിലേക്ക് അനധികൃതമായി കുടിയേറിയ 5800ഓളം പേരെയാണ് തിരികെ അയക്കാൻ ഒരുങ്ങുന്നത്. വാർത്താ സമ്മേളനത്തിനിടയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. മ്യാൻമറിൽ രൂക്ഷമായ ആഭ്യന്തര കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആയിരക്കണക്കിന് ആളുകൾ കംജോങ് ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിലേക്ക് കുടിയേറി പാർത്തത്. മ്യാൻമറിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഇവരെ തിരികെ അയക്കുക തന്നെയാണ് ലക്ഷ്യം എന്നുകൂടി ബിരേൻ സിംഗ് പറയുന്നുണ്ട്. അനധികൃത കുടിയേറ്റം കാരണം 996 പുതിയ ഗ്രാമങ്ങൾ സംസ്ഥാനത്ത് രൂപപ്പെട്ടതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാമങ്ങളിലെ പ്രാദേശിക സമിതികളാണ് ഈ ക്യാമ്പുകളുടെയൊക്കെ താമസവും പരിപാലനവും കൂടുതലായും കൈകാര്യം ചെയ്തു വരുന്നത്. ജില്ലാ ഭരണകൂടം ക്യാമ്പുകളിലേക്ക് ആവശ്യമായ വസ്ത്രങ്ങളും അല്ലെങ്കിൽ ഭക്ഷണവും ഉൾപ്പെടെ എത്തിച്ചു നൽകുന്നുണ്ട് എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നു. കുടിയേറ്റക്കാർക്ക് അഡ്മിനിസ്ട്രേഷൻ തിരിച്ചറിയൽ കാർഡുകൾ നൽകാറുണ്ട് എന്നും എല്ലാ ഒന്നിടവിട്ട ദിവസങ്ങളിലും ഇവരുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്താറുണ്ട് എന്നും ബിരേൻ സിംഗ് പറയുന്നുണ്ട്. എന്തായാലും അനധികൃത കുടിയേറ്റക്കാരുടെ ബയോമെട്രിക്സ് രേഖപ്പെടുത്തി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. മണിപ്പൂരിലുള്ള തദ്ദേശീയ സമൂഹങ്ങളുടെ വികസനത്തിന് വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് തന്നെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻഗണന നൽകുന്നത് എന്നുകൂടി ബിരേൻ സിംഗ് പറയുന്നുണ്ട്. മ്യാൻമറിൽ ആഭ്യന്തര കലാപം വളരെ രൂക്ഷമായ സാഹചര്യത്തിലാണ് മണിപ്പൂരിലുള്ള ഈ കജോങ് ജില്ലയിലേക്ക് ഇത്രയധികം കുടിയേറ്റക്കാരെത്തിയത്. അതിനുശേഷം അവിടുത്തെ തദ്ദേശീയരെ ബാധിക്കുന്ന തലത്തിലേക്ക് അവരുടെ ഒരു വളർച്ച ഉണ്ടാവുകയും അല്ലെങ്കിൽ കൂടുതൽ ഗ്രാമങ്ങളും മറ്റും വളരെ സെൻസിറ്റീവായ പരിസ്ഥിതി പ്രദേശമായ മണിപ്പൂരിൽ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മ്യാൻമറിൽ എപ്പോഴാണോ ആഭ്യന്തര കലാപത്തിന് കുറച്ച് അയവ് വരുന്നത്, ഏതൊക്കെ പ്രദേശങ്ങളാണോ സുരക്ഷിതമായി മാർക്ക് ചെയ്യുന്നത്, ആ സാഹചര്യത്തിനനുസരിച്ച് ഇവരെ തിരികെ പറഞ്ഞയക്കാനുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.